നഗരദേവതയായി ചന്ദ്രദൈവങ്ങളെയും അതുപോലെ തന്നെ സൂര്യദേവനെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ജനതയ്ക്കിടയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വളരെ തന്ത്രപരമായി യുക്തിഭദ്രമായിട്ടുള്ള ചില വാദങ്ങളുമായിട്ട് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ചന്ദ്രൻ മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മറഞ്ഞു പോകുന്ന ദൈവമൊന്നും എൻ്റെ ദൈവമാകാൻ തരമില്ല, കാരണം ദൈവത്തിന് തന്നെ യോജിക്കുന്നു എന്നല്ല. അപ്പൊ അതുവരെയും ചന്ദ്രനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന, നക്ഷത്രങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ വല്ലാതെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ എന്നുള്ളത്. അതിനുശേഷം എന്ത് ചെയ്തു? ചന്ദ്രൻ മാറിപ്പോയപ്പോഴത്തേക്കും എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല എങ്കിൽ ഞാൻ വലാലത്തിലാവും എന്ന് പറയാൻ, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ വലാലത്തിലായി പോകും എന്നുള്ളൊരു വാദമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുക. അതിനുശേഷമാണ് സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഭൂമിയിൽ നിന്നുള്ള നോട്ടത്തിൽ ഇത് മറ്റുള്ളതിനേക്കാളൊക്കെ വലുതാണല്ലോ. അപ്പൊ ഇത് തന്നെയാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ സമർത്ഥമായി ആ ജനതയോട് സംവദിക്കുകയാണ്. ഫലമ്മ അഫലത്, അങ്ങനെ അതും മറഞ്ഞുപോയി. സന്ധ്യയായപ്പോ അതും മറഞ്ഞുപോയി. കാൽ അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, എന്റെ ഖൗമേ, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ഞാൻ എന്താണ് ഈ കാട്ടിക്കൊണ്ടിരുന്നത്? ഓരോരോ പ്രകൃതിപരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഓരോ വസ്തുവിനെയും നോക്കിയിട്ട് ഇതെന്റെ റബ്ബാണ്, ഇതെന്റെ റബ്ബാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിൽ എനിക്ക് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. നിങ്ങൾ പങ്കു ചേർത്തുകൊണ്ടിരുന്ന ഇത്തരം എല്ലാവിധ ദൈവിക സങ്കല്പങ്ങളിൽ നിന്നും ഭൗതികമായ വസ്തുക്കളിൽ നിന്നും ഞാനിതാ സമ്പൂർണമായിട്ടും പിന്മാറുകയാണ്. അതിനുശേഷം അദ്ദേഹം ആ ജനതയെ മുൻനിർത്തിക്കൊണ്ട് ഒരൊറ്റ പ്രഖ്യാപനം നടത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. പ്രിയമുള്ളവർ, നമസ്കാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നടത്തുന്ന ഇഫ്തിതാഹിന്റെ ദുആയുടെ തുടക്ക ഭാഗമാണത്. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്രമാത്രം ഭൗതികമായ ദൈവിക സങ്കല്പങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയോ ആ ഒരു തലത്തിലേക്ക് നാം ഓരോരുത്തരും മാറേണ്ടതാണ് എന്നാണ് ഈ ആയത്ത് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നീ വജ്ജഹത്തു, ഞാൻ തിരിഞ്ഞിരിക്കുന്നു, തീർച്ചയായിട്ടും ഞാൻ തിരിഞ്ഞിരിക്കുന്നു. വജി, എന്റെ മുഖത്തെ ഞാൻ തിരിച്ചൊരില്ലതി, ഒരുവന് വേണ്ടി. അവൻ ഭൂമിയെയും പ്രപഞ്ചങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവനാണ്. ഹനീഫൻ, ഏറ്റവും നിഷ്കളങ്കമായ അവസ്ഥയിലാണ്. മറ്റുള്ള യാതൊരു ദൈവിക സങ്കല്പങ്ങളും എന്റെ മനസ്സിലില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുമ്പോ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ അതേ നിഷ്കളങ്ക ഭാവത്തോടു കൂടി ഇത് പറയാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഇടപാടുണ്ട് പുറത്ത്, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഒരു ഇടപാട് നടത്താനുണ്ട്. ആ ഇടപാടിൽ ചെറിയ കൃത്രിമ കളികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, 4 കാശുണ്ടാക്കാനുള്ള വഴിയാണ്. അപ്പൊ എന്റെ പൈസ, എന്റെ ധനം, എന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കോളും എന്നുള്ളൊരു വിശ്വാസവും പേറിക്കൊണ്ടാണ് നമസ്കാരത്തിന് വേണ്ടി വന്ന് കൈകെട്ടിയിട്ടുള്ളത്.